സിനി ഐലൻഡ് എന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. എന്നാൽ ഉമ്മുൽ ഖൈനിലാണ് സിനി ഐലൻഡ് നടക്കുന്നത്. ഇപ്പം ഞങ്ങള് ദുബായിലാണ് നിൽക്കുന്നത്. ദുബായിൽ ഗുബൈബയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഗുബൈബയിൽ നിന്ന് നമ്മള് ഷെയ്ഖ് സായിദ് റോഡ് വഴി നേരെ സിനി ഐലൻഡ് വരെ അഥവാ ഉമ്മുൽ ഖൈൻ വരെ എത്ര ദൂരം ഉണ്ടെന്ന് നമുക്കൊന്ന് ഇന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ കറക്റ്റ് സമയം നോക്കുകയാണെങ്കിൽ നോക്കിക്കോ 4:42. ഓക്കെ, നമുക്ക് അവിടെ എത്തുമ്പം എത്ര ടൈം ആവും നമുക്കിത് നോക്കാം. നമ്മളിപ്പോൾ ദുബായിൽ നിന്നും പുറപ്പെടുകയാണ്. ഷെയ്ഖ് സായിദ് റോഡ് എടുത്ത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് റൈറ്റിൽ, അങ്ങനെ ഷാർജ ബോർഡർ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് കഴിയെ അജ്മാൻ ബോർഡർ എത്തും. അജ്മാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചെറിയൊരു ഷാർജ ഭാഗമുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ കയറുന്നത് ഉമ്മുൽ ഖൈനിൽ. മൊത്തത്തിൽ നമുക്ക് 53 കിലോമീറ്ററാണ് യാത്ര. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി. ഇപ്പോൾ സിനി ഐലൻഡ് മറ്റൊരു മാൻമെയ്ഡ് ഐലൻഡ് അല്ല. ഇത് ഗൾഫിൽ തന്നെ ഏറ്റവും പഴയ ഒരു പേൾ ഡൈവിങ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. ഇതൊരു നാച്ചുറൽ ഐലൻഡാണ്. ഇവിടെ ആർക്കിയോളജിസ്റ്റുകൾ ഇവിടെ പഴയ വീടുകൾ, പേൾ ഡൈവർ ടൂൾസ്, ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രി വരെ 6th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബിക്കോസ് അവിടെ ഒരു ബിഷപ്പിൻ്റെ പാലസ്, അൽത്താർ, ബാപ്റ്റിസം ടാങ്ക് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 1820കളിൽ ബ്രിട്ടീഷുകാരുടെ ഒരു നാവൽ അറ്റാക്ക് നടക്കുകയും ഈ ഐലൻഡ് കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം അബാൻഡൺ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2024 ഉമ്മുൽ ഖൈൻ ഗവൺമെൻറ്റും ഷോബയുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു മെഗാ പ്രോജക്റ്റ് അവിടെ അനൗൺസ് ചെയ്യുന്നത്. വർത്ത് 2.47 ബില്യൺ ദിർഹംസ്, where you have luxury villas, waterfront apartments, resorts, schools, hospitals, green parks, and everything comes under one plan. ഇനി ശോഭ ഇത് ലോഞ്ച് ചെയ്തിട്ട് വിത്തിൻ 6 months they have sold more than 2200 units. അത് ഓൾമോസ്റ്റ് 5 ബില്യൺ ഇൻ സെയിൽസ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. ഇനി 2025 അവർ 10 ബില്യൺ സെയിൽസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ശോഭ ക്ലെയിം ചെയ്യുന്ന റെൻ്റൽ റിട്ടേൺസ് അഥവാ ROI 6 to 8% ആണ് സിനി ഐലൻഡ്. ഇനി 2.47 ബില്യൺ മെഗാ പ്രൊജക്റ്റാണ് പറഞ്ഞതിന് ക്ലാരിഫിക്കേഷൻ തരാം. അത് പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ ഡെവലപ്മെൻറ്റിനും ഇൻഫ്രാസ്ട്രക്ചറിനും അവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള കോസ്റ്റാണ്. ബിക്കോസ് അതൊരു ഐലൻഡാണല്ലോ. ഐലൻഡ് ആദ്യം ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ ബ്രിഡ്ജൊക്കെ പണിയാണല്ലോ, അതിൻ്റെ ചാർജ്. അങ്ങനെ ഫൈനലി ഉമ്മുൽ ഖൈനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ 6:15. നമ്മൾ അതിനിടയിൽ ഒരു 10 മിനിറ്റ്സോളം നമ്മൾ ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ 4:40 തുടങ്ങിയതാണ്. സോ ഓൾമോസ്റ്റ് 1 hour 20 minutes വിത്ത് സം ട്രാഫിക് ടു. സോ ഉമ്മുൽ ഖൈനിൽ വരികയാണെങ്കിലും ഉമ്മുൽ ഖൈൻ ഡൗൺ ടൗൺ ആയാലും ഇനിയിപ്പം സ്ട്രെയിറ്റ് സ്ട്രെച്ച് നമ്മൾ സിനി ഐലൻഡിലേക്ക് പോവുകയാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ദൂരമാണ്, അല്ലെങ്കിൽ സെയിം ടൈമിംഗ് ആണ്. ഇത്രയാണ് ഏകദേശം നമ്മളൊരു ട്രാവൽ ടൈം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഉമ്മുൽ ഖൈനിലെത്തി നമ്മളെ ഫ്രണ്ടിനൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഡൗൺ ടൗൺ ഉമ്മുൽ ഖൈനിലേക്ക് വീണ്ടും യാത്രയായി. ഈ കാണുന്നതാണ് ഡൗൺ ടൗൺ ഉമ്മുൽ ഖൈനിൻ്റെ ലൊക്കേഷൻ. ഈ ലെഫ്റ്റിൽ കാണുന്ന എൻറ്റയർ റീജിയൻ ബീച്ചാണ്. ഈ ബീച്ച് സൈഡിലായിരിക്കും ശോഭയുടെ എൻറ്റയർ പ്രൊജക്റ്റ്. റോഡിൻ്റെ ഇടത് ഭാഗത്ത് തന്നെയാണ് പ്രൊജക്റ്റ് വരുന്നത്. ഇത് 11 കിലോമീറ്റർ സ്ട്രെച്ച് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൽ തന്നെ 7 കിലോമീറ്ററാണ് ബീച്ച് ആക്സസ് വരുന്നത്. ദുബായിലെ ഡൗൺ ടൗൺ ഭയങ്കര ബസ്ലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതേ സമയത്ത് ഇവിടെ നമുക്ക് കുറച്ചുകൂടി കാമായിട്ടുള്ള ഒരു മിഡ് റൈസ് ടവേഴ്സൊക്കെ ഉള്ള ഒരു ഡൗൺ ടൗൺ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഡൗൺ ടൗൺ ഉമ്മുൽ ഖൈൻ പണിയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം കാണാം. ബീച്ച് സൈഡ് തന്നെയാണ്. നേരെ ബീച്ച് ഫേസിങ് ആയിട്ടാണ് എൻറ്റയർ കമ്മ്യൂണിറ്റി വരാൻ പോകുന്നത്. ഇവിടെ ഹോട്ടൽ, റിസോർട്ട്സ്, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ പല പ്രൊജക്ട്സും വരുന്നുണ്ട്. അതൊരു മിക്സ് യൂസ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഇവിടെ കൊമേഴ്ഷ്യൽ സ്പേസസ് ഉണ്ടാവും, റെസിഡൻഷ്യൽ സ്പേസസ് ഉണ്ടാവും, ഹോട്ടൽസ് ഉണ്ടാവും. സോ ബേസിക്കലി ശോഭ ഉമ്മുൽ ഖൈൻ്റെ ഒരു ഗവൺമെൻറ് ഡെവലപ്പറായി തന്നെ മാറുന്നു എന്ന് നമുക്ക് പറയാം. കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റും ശോഭേൻ്റെ അണ്ടറിലാണ്. ശോഭയാണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.